الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. എല്ലാ വെള്ളിയാഴ്ചയും അൽഹംദുലില്ലാഹ് രാവിലെ നടക്കാറുള്ള ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ ലൈവ് ക്ലാസ് ആണ് ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തതിന്റെ തുടർച്ചയായതുകൊണ്ട് നേരെ അതിന്റെ കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ നൽകിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. വഅലം അന്നഹു ലാ യതിമ്മു ഈമാനുൽ മർഇ മാ ലം യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നമ്മള് ഇതില് ചർച്ചയ്ക്ക് വരുന്നത് ആദാബുൽ ഇൽഫത്തി വൽ ലുഖുവത്തി വസ്വഹ്ബത്തി വൽ മുആശറത്തി, ഇതാണല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. പരസ്പരം ഇണങ്ങിയും സാഹോദര്യത്തോടുകൂടെയും സഹവാസവും കൂട്ടുജീവിതവും ഒക്കെ എങ്ങനെയാകണം, അതാണല്ലോ വിഷയം. അതില് ഇനി പറയുന്നത് വാലം അന്നഹു ലാ യതിമ്മു ഈമാനുൽ മർഇ, ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകുന്നില്ല മാലം യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തം ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും കൂടി ഇഷ്ടപ്പെടാത്ത കാലത്തോളം. വഅഖല്ലു ദറജാത്തിൽ ഉഖുവത്തി, ഈ ഉഖുവത്തിന്റെ പദവികളിൽ ഏറ്റവും ചുരുങ്ങിയത് അൻ യുആമില അഖാഹു, തന്റെ സഹോദരനോട് പെരുമാറലാണ് ബിമാ യുഹിബ്ബു അൻ യുആമിലഹു ബിഹി, അവൻ എങ്ങനെ പെരുമാറുന്നതാണോ ഇഷ്ടം അതുപോലെ പെരുമാറുന്നതാണ്. വലാശക്ക, നിസ്സംശയം പറയാവുന്നതാണ്, അന്നഹു യന്തളിറു മിൻഹു, ഏതൊരാളും പ്രതീക്ഷിക്കുന്നത് സത്രൽ ഔറത്തി, അവന്റെ നഗ്നത മറക്കലാണ്. വസ്സുകൂത്ത അലൽ മസാവി വൽ ഉയൂബ്, അവന്റെ തിന്മകളെ കുറിച്ചും ന്യൂനതകളെ കുറിച്ചും മൗനം പാലിക്കലാണ് ഏതൊരാൾ ഇഷ്ടപ്പെടുന്നത്. ഒരാളുടെ ന്യൂനത പറയുന്നതും ഒരാളും ഇഷ്ടപ്പെടുകയില്ല, ഇതെല്ലാവർക്കും അറിയാം. ഒരാൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഒരാളിൽ നിന്നുണ്ടായാൽ ഒരാളുടെ അതിന്റെ ഓപ്പോസിറ്റ്, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒന്നുണ്ടായാൽ, ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കാത്തത് അവന്റെ സുഹൃത്തിൽ നിന്നുണ്ടായാൽ സ്വാഭാവികമായും അവൻ ദേഷ്യപ്പെടും, അവൻ പ്രകോപിതനാകും. അങ്ങനെയാകുമ്പോ എന്തുമാത്രം അകലമുണ്ടാക്കും. ഒരാള് മറച്ചു വെക്കാതിരിക്കാൻ പ്രതീക്ഷിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകുമ്പോ മാലാ യുഗ്മിറുഹു, മറച്ചു വെക്കാതിരിക്കുന്നത് ലഹു, അവന് വേണ്ടി, വലാ യഅസിമു അലൈഹി അജ്ലിഹി, ഇവന് വേണ്ടി തീരുമാനിക്കാത്തത് ഒന്ന് മറ്റൊരാളിൽ നിന്നുണ്ടായാൽ പിന്നെ എങ്ങനെ ഉണ്ടാകും. വൈലുല്ലഹു ഫീ നസ്സുൽ കിതാബി ഫീ നസ്സി കിതാബില്ലാഹി തആല ഹൈസു ഖാല, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ, വൈലുല്ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫീൻകൾക്കാണ്, തത്ഫീഫ് നടത്തുന്നവർക്കാണ് വൈലി എന്ന നരകം നാശം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അവര് ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടൊരു സാധനം വാങ്ങുമ്പോ അളന്ന് തികച്ചു വാങ്ങും. വൈദാ കാലൂഹും, അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോ, ഔ വസനൂഹും, തൂക്കി കൊടുക്കുമ്പോ, യുഖ്സിറൂൻ, അവരതിൽ കുറവ് വരുത്തുന്നു. അങ്ങനെ ചെയ്യുന്നവർ എത്ര മോശമാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്, നമ്മളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നത്, അത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകണം, തിരിച്ച് നമ്മൾ ചെയ്യൂല എന്ന് പറയുന്നത് വളരെ മോശമല്ലേ. ഖുർആനിൽ ഈ പറഞ്ഞ ആശയം കുല്ലുമയ്യൽ, അതായത് ഖുർആനിൽ ഈ പറഞ്ഞ ഒരു ആശയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് നമുക്ക് നമ്മളെ ന്യൂനത മറ്റൊരാൾ പറയുന്നത് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ അവരുടെ ന്യൂനത നമ്മളും പറയരുത്. കുല്ലുമയ്യൽ തമിസുമിനൽ ഇൻസാഫി അക്തറ മിമ്മാ തുസ്മഹു ബിഹി തസ്മഹു ബിഹി നഫ്സുഹു ഫഹുവ ദാഖിലുൻ തഹത മുഖ്തദ ഹാദിഹിൽ ആയ, ഏതൊരാളും കുല്ലുമയ്യൽ തമിസു, ആഗ്രഹിക്കുന്ന, തേടുന്ന ഏതൊരാളും, മിനൽ ഇൻസാഫി, നിഷ്പക്ഷത തേടുന്ന ഏതൊരാളും, അക്തറ മിമ്മാ തസ്മഹു ബിഹി നഫ്സുഹു, അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ഏതൊരു കാര്യവും അത് മറ്റൊരാളിൽ നിന്ന്, അതായത്
അയാൾ കുല്ലുമയ്യൽത്തമിസ്മിനൽ ഇൻസാഫ്, നിഷ്പക്ഷത തേടുന്ന ഏതൊരു മനുഷ്യനും ഏതിനേക്കാൾ അക്സറമിമാ തസ്മഹു ബിഹി നഫ്സുഹു, അയാള് സ്വയം വിട്ടുവീഴ്ച നൽകുന്നതിനേക്കാൾ ഒരു നിഷ്പക്ഷത തേടുന്ന ഏതൊരാൾ ഫഹുവ ദാഖിലുൻ തഹ്ത മുഖ്തള ഹാദിഹിൽ ആയ, അയാളും ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അഥവാ അങ്ങോട്ട് നിഷ്പക്ഷത കൊടുക്കാൻ ആവശ്യം, നമ്മൾ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷത മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുകയും തിരിച്ച് ഇങ്ങോട്ട് അങ്ങനെ ആകുകയുമെന്ന് ചിന്തിക്കുന്നവരെല്ലാം ഈ നാശം എന്ന് പറയപ്പെട്ടവരിൽപ്പെട്ടത് തന്നെയാണ്. ഇതിൽ വീഴ്ച വരുന്നത് ഈ സത്രുൽ ഔറത്ത്, മറ്റൊരാളെ ന്യൂനത മറച്ചു വെക്കുന്നതിൽ ഒരാൾക്ക് വീഴ്ച വരുന്നതിന്റെ തുടക്കം എവിടെയാണെന്നറിയോ? അല്ലെങ്കിൽ മറ്റൊരാളുടെ ന്യൂനത വെളിപ്പെടുത്തുന്നതിൽ അതിൽ വല്ലാതെ പ്രയത്നിക്കുന്നത് അതൊരു വലിയ രോഗമാണ്. ഫിൽ ബാത്തിനി, ഒരാളുടെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന ഒരു രോഗമാണ്. അതിനാണ് ഹിഖ്ദ്, ഹസദ് എന്ന് പറയുന്നത്. മറ്റൊരാളോട് ഉള്ളിൽ ഒരു പ്രയാസം കൊണ്ട് നടക്കുന്ന അവസ്ഥ, അതാണ് ഹിഖ്ദ്. മറ്റൊരാളോട് ഉള്ളിലുള്ള പ്രയാസം അവസരം കിട്ടുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതാണ് ഹസദ്. അപ്പോ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഫൈനൽ ഹഖൂദ വൽ ഹസൂദ, ഹിഖ്ദും ഹസദും ഉള്ളവൻ, ഉള്ളിൽ ഈ മറ്റൊരാളോടുള്ള പ്രയാസം കൊണ്ട് നടക്കുന്നവൻ, അതുപോലെ ആ കിട്ടുമ്പോഴൊക്കെ അത് അവസരം ഉപയോഗിക്കുന്നവൻ, അയാൾ ഉള്ളു നിറയെ അഴുക്ക് കൊണ്ട് നടക്കുകയാണ്. അയാൾ ഒരു അഴുക്ക് ചാലാണ്. അയാൾ അത് ഉള്ളിൽ ഇങ്ങനെ മറച്ചു കൊണ്ട് കിടക്കുകയാണ്. വയുഖ്ഫീഹി, അത് മറച്ചു വെക്കുകയാണ്. ഫിൽ ബാത്തിനി, അയാളുടെ ഉള്ളിൽ. വഹുവൽ ഹിഖ്ദു ولكن يحبسه في باطنه ويخفيه ولا يبديه مهما لم يجد له مجالا ولا يبديه, അയാൾ അത് പുറത്ത് കാണിക്കുന്നില്ല. മഹ്മാ ലം യജിദ് ലഹു മജാലൻ, അവസരം കിട്ടാത്തത് കൊണ്ട്. വൈദാ വജദ ഫുർസത്തൻ, ഒരു അവസരം കിട്ടിയാൽ ഇൻഹല്ലത്തുർ റാബിതത്തു, അക്കട്ടയും. വർതഫഅൽ ഹയാഉ, പിന്നെ അയാൾക്ക് ലജ്ജ ഉണ്ടാവൂല. വയതറസ്സഹുൽ ബാത്തിനു ബിഖബസിഹി ദഫീൻ, അയാളുടെ ഉള്ളിൽ അയാള് ഈ അഴുക്ക് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഒരാളുടെ ഉള്ളില് ഈ ഹസദും ഹിഖ്ദും ഉണ്ടായാൽ വേഗം അവിടെ പിരിയുന്നതാണ് നല്ലത്. ഖാല ബഅദുൽ ഹുക്കമാഇ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലാഹിറുൽ ഇതാബി ഖൈറും മിൻ മക്നൂനിൽ ഹിഖ്ദി, ഒരാൾ പ്രത്യക്ഷത്തിൽ ആക്ഷേപിക്കുന്നത് അത് ഉള്ളിൽ ഈ പ്രയാസം കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് പുറമെയുള്ള ആക്ഷേപമാണ്. മറ്റൊരാളോടുള്ള പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കരുത് ഒരിക്കലും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ഒരു സ്വഭാവം പാലിക്കാൻ. അതായത് മറ്റൊരാളോടുള്ള പ്രയാസം കൊണ്ട് നടക്കാതെ സന്തോഷം മാത്രം കൊണ്ട് നടന്ന് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലാ യസീദു ലുത്ഫുൽ ഹഖൂദി, ഈ ഹിഖ്ദ് കൊണ്ടിൽ നടക്കുന്ന, ഉള്ളിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ആ ഒരു ലുത്തുഫ് അത് വർദ്ധിപ്പിക്കുകയില്ല. ഇല്ല വഹ്ശത്തം മിൻഹു, ഒറ്റപ്പെടുകയാണ് ചെയ്യുക. അവസാനം ഒറ്റപ്പെട്ടു പോകും. വമൻ ഫീ ഖൽബിഹി സഖീമത്തുൻ അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനോട് ഒരു പ്രയാസം ഒരാൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ ഫഈമാനുഹു ദഈഫുൻ, അയാളുടെ വിശ്വാസം ദുർബലമായി പോകും. വഅംറുഹു മുഖത്തറുൻ, അയാളുടെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. വഖൽബുഹു ഖബീസുൻ, മനസ്സ് വളരെ അഴുക്കായി പോകും. ലാ യസ്ലഹു ലിഖാഇല്ലാ, അല്ലാഹുവിന്റെ ലിഖാഇന് പറ്റാതായി പോകും. പിന്നെ എന്ത് സ്വർഗമാണ്, പിന്നെ എന്ത് നേട്ടമാണ്. അല്ലാഹു നമുക്ക് നല്ല മനസ്സ് കൊണ്ടു കൊടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വഖദ് റവാ അബ്ദുറഹ്മാൻ ഇബ്നു ജുബൈർ ഇബ്നു നഫീർ അൻ അബീഹി അന്നഹു ഖാൽ, മഹാനവറുകൾ പറയാണ്, പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്, കുന്തുബിൽ യമൻ, കുന്തുബിൽ യമനി വലിയ ജാറുൻ യഹൂദിയും, ഞാൻ യമനിലായ സമയത്ത് എനിക്കൊരു യഹൂദിയായ അയൽവാസി ഉണ്ടായിരുന്നു. യുഖ്ബിറുനി അനി തൗറാത്തി, തൗറാത്തിലുള്ള വിവരങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു തരും. ഫഖദിമ അലയ്യൽ യഹൂദിയു മിൻ സഫർ, അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഒരു യഹൂദി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നല്ലാഹ ഖദ് ബഅസ ഫീനാ നബിയ്യൻ ഫദഅനാ ഇലൽ ഇസ്ലാം, അല്ലാഹു ഞങ്ങളിൽ ഒരു നബിയെ അയച്ചു, ഞങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഫഅസ്ലംനാ, ഞങ്ങൾ മുസ്ലിമായി. ഫഖദ് അൻസല അലൈനാ കിതാബൻ മുസദ്ദിഖൻ ലിത്തൗറാത്ത്, തൗറാത്തിനെയൊക്കെ ശരിവെക്കുന്ന കിതാബ് ആ പ്രവാചകൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഫഖാലൽ യഹൂദിയു സദഖ്ത, യഹൂദി പറഞ്ഞു ശരിയാണ്. വലാകിന്നകും ലാ തസ്തതിഊന
അൻ തഖൂമു ബിമാ ജാഅകും ബിഹി, പക്ഷേ ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾക്ക് പലർക്കും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആ യഹൂദി ചോദിച്ചു. എന്താണ് അതിന്റെ കാരണം? ഇന്നാ നജിദു നഅതഹു, ഞങ്ങൾ ആ ഖുർആനില് ഇന്നാ നജിദു നഅതഹു വ നഅത ഉമ്മത്തിഹി ഫി തൗറാത്തി, തൗറാത്തില് ആ പ്രവാചകനെ കുറിച്ചും ആ പ്രവാചകന്റെ ഉമ്മത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു ലാ യഹില്ലു ലിംറിഇൻ അൻ യഖ്റുജ മിൻ ഉത്ബത്തി ബാബിഹി മിൻ അത്ബത്തി ബാബിഹി വഫി ഖൽബിഹി സഖീമത്തുൻ അലാ അഖീഹിൽ മുസ്ലിം. അതായത് അവരുടെ കൂട്ടത്തിൽ ഒരാൾക്കും മറ്റൊരാളോട് മനപ്രയാസമുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് അവർക്ക് പഠിപ്പിക്കപ്പെട്ട ആശയം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ളതാണ്. ഈ ഉമ്മത്തിന്റെ ഈ സ്വഭാവ സവിശേഷതയെ കുറിച്ച് നേരത്തെ തന്നെ തൗറാത്തിൽ വരെ പറയപ്പെട്ടിട്ടുണ്ട്. ഇതിൽപ്പെട്ടതാണ് അവന്റെ രഹസ്യം സംരക്ഷിക്കുക. അവൻ നമ്മളോട് ഒരു സുഹൃത്ത് നമ്മളോട് അവന്റെ രഹസ്യത്തിൽ സംബന്ധിച്ച് ഒരു അബദ്ധം പറഞ്ഞു, ആ അബദ്ധവും മറ്റൊരാളോട് പറയരുത്. അവൻ നമ്മളോടായിട്ട് പറഞ്ഞ സംഗതി മറ്റുള്ളവരോട് പറയരുത്. വലഹു അയ്യുൻകിറഹു വലഹു അയ്യുൻകിറഹു അയ്യുൻകിറഹു വഇൻ കാന കാദിബൻ ഫലൈസ അസ്സുദ്ഖു വാജിബൻ ഫീ കുല്ലി മഖാമിൻ. വലഹു അയ്യുൻകിറഹു, ഒരാൾ ചോദിച്ചാൽ ഇല്ല അയാൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടത്. ഒരു ഫിത്ന ഉണ്ടാകാൻ പറ്റുന്ന അല്ലെങ്കിൽ അയാളുടെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന അവസരമാണെങ്കിൽ നിഷേധിക്കാം. അതായത് നമ്മളോട് ഒരു സുഹൃത്ത് ഒരു സംഗതി പറഞ്ഞു, മറ്റൊരാളെ ചോദിക്കുന്നു നിങ്ങളോട് അത് പറഞ്ഞ ഇങ്ങനെ അവന്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവനെ കുറിച്ച് എനിക്ക് രഹസ്യമൊന്നും അറിയില്ല, അങ്ങനെ മോശമായതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നതാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. വൈകാനക്കാദിപൻ, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കളവാകും. ഇങ്ങനെ എല്ലായിടത്തും സത്യം തന്നെ പറഞ്ഞുകൊള്ളണം എന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞത് ഉള്ള എല്ലാ സത്യവും പറയേണ്ടതില്ല എന്നർത്ഥം. ഉള്ള എല്ലാ സത്യവും പറയേണ്ടതല്ല എന്ന്. പല സത്യങ്ങളും ഇപ്പോ ഇന്നാൾ ഇന്നയിടത്തുണ്ട് എന്ന് എല്ലായിടത്തും പറയേണ്ടതില്ല. ഉപകാരമുള്ള ഇടത്ത് ഉപകാരമുള്ള കലാമാണ് പറയേണ്ടത്. فإنه كما يجوز للرجل أن يخفي عيوب نفسه وأسراره فإن احتاج إلى الكذب فله أن يفعل ذلك في حق أخيه. ഒരാൾക്ക് സ്വന്തം നഫ്സിന്റെ അയ്ബ് തന്നെ മറ്റൊരാളുടെ മുമ്പിൽ ആ അത്യാവശ്യഘട്ടങ്ങളിൽ മറച്ചു വെക്കാമെങ്കിൽ മറ്റൊരാളുടെ രഹസ്യവും ഇതുപോലെ ആവശ്യഘട്ടങ്ങളിൽ മറച്ചു വെക്കാം. ഫൈനഹു കമാ യജൂസു ലിർറജുലി, ഒരാൾക്ക് അനുവദനീയമാണെന്നതുപോലെ തന്നെ അയ്യുഖ്ഫിയ, മറച്ചു വെക്കൽ, ഉയൂബ നഫ്സിഹി, അയാളുടെ അയ്ബുകൾ, വാസറാരി, അയാളുടെ രഹസ്യങ്ങൾ, വൈനഹ്താജ ഇലൽ കദ്ബി, ചിലപ്പോൾ അത് കളവാകാം. ഫലഹു അൻ യഫഅല ദാലിക ഫീ ഹഖി അഖീഹി, സഹോദരന്റെ വിഷയത്തിലും ഇതുപോലെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എല്ലാ അബദ്ധങ്ങളും വിളിച്ചു പറയണ്ട. ഫഇന്ന അഖാഹു നാസിലുൻ മൻസിലതഹു, തന്റെ സുഹൃത്തും തന്നെ പോലെ തന്നെയാണ്. വഹുമാ കശഖ്സിൻ വാഹിദിൻ ലാ യഖ്തലിഫാനി ഇല്ലാ ബിൽ ബദനി, അവര് വേർപിരിയുന്നത് രണ്ട് ശരീരമാണ് എന്ന് മാത്രമാണ്, പക്ഷെ ഒന്നുപോലെയാണ്. ഹാദിഹി ഹഖീഖത്തുൽ ഉഖൂവത്തി, ഇങ്ങനെയാണ് യഥാർത്ഥ സഹോദര്യം. വകദാലിക ലാ യകൂനു ബിൽ അമലി ബൈന യദൈഹി മുറാഇയൻ വഖാരിജൻ അൻ അഅമാലി സിർരി ഇലാ അഅമാലിൽ അലാനിയത്തി ഫഇന്ന മഅരിഫത അഖീഹി ബിഅമലിഹി കമഅരിഫതിഹി ബിനഫ്സിഹി മിൻ ഗൈരി ഫർഖിൻ. വകദാലിക, ഇതുപോലെ തന്നെ ലാ യകൂനു ബിൽ അമലി, പ്രവർത്തനം ഉണ്ടാകൂല, ബൈന യദൈഹി, മുമ്പിൽ, മുറാഇയൻ, കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടാകൂല, വഖാരിജൻ അൻ അഅമാലി സിർരി ഇലാ അഅമാലിൽ അലാനിയത്ത്, അവര് രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ വ്യത്യാസപ്പെടൂല. രഹസ്യത്തിലും പരസ്യത്തിലും സുഹൃത്തുക്കൾ തന്നെയാണ്. ഫഇന്ന മഅരിഫത അഖീഹി ബിഅമലിഹി, ഒരാള് തന്റെ സഹോദരനെ അവന്റെ പ്രവർത്തനം കൊണ്ടാണ് മനസ്സിലാകുന്നത്. കമഅരിഫതിഹി ബിനഫ്സിഹി മിൻ ഗൈരി ഫർഖിൻ, നമ്മളെ ജീവിതത്തിലും നമ്മൾ നന്മ ചെയ്യുമ്പോഴാണ് നല്ലവരാകുന്നത്. ഇതുപോലെ തന്നെ പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ നന്മ ചെയ്യുമ്പോഴാണ് നന്മ ഉള്ളവരാകുന്നത്. വഖദ് ഖാല അലൈഹിസ്സലാം, നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ സത്തറ ഔറത അഖീഹി, ഒരാൾ തന്റെ സഹോദരന്റെ ന്യൂനത മറച്ചു വെച്ചാൽ, സത്തറഹുല്ലാഹു തആല ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന്റെ അഭിമാനം സംരക്ഷിക്കും. വഫീ ഖബറിൻ ആഖർ, മറ്റൊരു ഹദീസിൽ കാണാം, ഫകഅന്നമാ ഹയ മൗഊദതൻ, ഒരു മൗഊദത്തിനെ സംരക്ഷിച്ചതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗർഭസ്ഥ ശിശു, ആ ശിശുവിനെ സംരക്ഷിക്കുന്നത് പോലെ മഹത്വമാണ് ഈ അതായത് ഒരു കുട്ടിയെ അബോർട്ട് ചെയ്ത് നശിപ്പിക്കുന്ന സമയത്ത് അബോർട്ട് ചെയ്യാതെ സംരക്ഷിക്കുന്നത് പോലെ പ്രധാനമാണ് ഒരാളുടെ അഭിമാനം സംരക്ഷിക്കുന്നത്.
ഖാല അലൈഹിസ്സലാം ഇദാ ഹദ്ദസ അർറജുലു ബിഹദീസിൻ, ഒരാൾ ഒരു സംസാരിക്കും, സുമ്മൽതഫത്ത ഫഹുവ അമാനത്തുൻ, പിന്നെ അയാൾ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു, അത് അയാളുടെ അമാനത്താണ്. എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന സമയത്ത് അയാൾ രഹസ്യങ്ങൾ സംരക്ഷിക്കുന്നു, മറ്റൊരാളുടെ രഹസ്യം പറയാതെ സംരക്ഷിക്കുന്നു. ഫഖാല അൽ മജാലിസു ബിൽ അമാന, പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത് എപ്പോഴും വിശ്വസ്തതയാണ്. ഇല്ല സലാസത്തു അല്ല മജാലിസു ബിൽ അമാന, എപ്പോഴും ഇരുന്ന് സംസാരിക്കുന്ന സദസ്സുകൾ അത് വിശ്വസ്തത പാലിക്കേണ്ടതാണ്. ഇല്ല സലാസത്തു മജാലിസ്, 3 മജ്ലിസുകൾ ഒഴികെ, മജ്ലിസുകൾ എപ്പോഴും വിശ്വസ്തതയുടേതാണ്. 3 മജ്ലിസുകൾ വിശ്വസ്തതയില്ലാത്തതാണ്, സംരക്ഷണം ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ സുരക്ഷിതത്വം ഇല്ലാത്തതാണ്. മജ്ലിസുൻ യുസ്ഫഖു ഫീഹി ദമുൻ ഹറാം, ഒരാള് മറ്റൊരാളുടെ ജീവൻ ഹരിക്കുന്ന ഒരു സദസ്. മജ്ലിസുൻ യുസ്തഹല്ലു ഫീഹി ഫർജുൻ ഹറാമൻ, മറ്റൊരാളുടെ ലൈംഗിക ശുദ്ധി ഹനിക്കുന്ന സദസ്. മജ്ലിസുൻ യുസ്തഹല്ലു ഫീഹി മാലുൻ മിൻ ഗൈരി ഹില്ലിഹി, മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കുന്ന സദസ്. ഈ സദസ്സുകൾ ഒരിക്കലും അമാനത്തല്ല. വഖാല ഇന്നമാ യതജാലസുൽ മുതജാലിസാനി ബിൽ അമാന, പരസ്പരം ഒരാൾ ഇരിക്കുന്നത്, അത് ഒന്നിച്ചിരിക്കുന്നത് വലിയ പുണ്യമാണ്. എന്നാൽ ആ ഒന്നിച്ചിരിക്കുന്നതിലുള്ള പുണ്യമല്ലാത്ത സദസ്സും ഇതാണ്. തജാലസുൽ മുതജാലിസാൻ, 2 പേർ ഒന്നിച്ചിരിക്കുന്നത് ബിൽ അമാന, അത് അമാനത്താണ്. വലാ യഹില്ലു ലിഅഹദിഹിമാ, അതിൽ ഒരാൾക്ക് പറ്റില്ല യുഫ്ശി അലാ സ്വാഹിബിഹി മാ യക്റഹു, മറ്റൊരാൾ താൻ വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അത് വെളിപ്പെടുത്തുന്നത് അനുവദനീയമല്ല. ഖീല ലിബഅദിൽ ഉദബാഇ, ചില മഹാന്മാരോട് ചോദിക്കപ്പെട്ടു, കൈഫ ഹിഫ്ലുക ലിസിർരി, നിങ്ങൾ എങ്ങനെയാണ് രഹസ്യം സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. ഖാല അന ഖബ്റുഹു, ഞാൻ ഖബറാണ്, ഞാൻ എന്റെ സഹോദരന്റെ ഖബറാണ്. ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ എങ്ങനെ സംരക്ഷിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ അവന്റെ ഖബറാണ് എന്ന് പറഞ്ഞാൽ ഖബർ അങ്ങനെയാണല്ലോ, സംരക്ഷിക്കുന്നതാണ്. നല്ല വ്യക്തികളുടെ, മാന്യന്മാരുടെ ഹൃദയം എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ കലവറയാണ്. ഒരു വിഡ്ഢിയുടെ മനസ്സ് അവന്റെ നാവിലാണ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ സംസാരിക്കും. വലിസാനുൽ ആഖിലി ഫീ ഖൽബിഹി, ബുദ്ധിയുള്ളവന്റെ നാവ് അവന്റെ മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ടേ അവൻ സംസാരിക്കും. ഐ ലാ യസ്തതിയുൽ അഹ്മഖു ഇഖ്ഫാഅ മാ ഫീ നഫ്സിഹി, ഒരു അഹ്മഖായ മനുഷ്യൻ, വിഡ്ഢിയായ മനുഷ്യൻ, അവന് സാധിക്കൂല ഇഖ്ഫാഅ മാ ഫീ നഫ്സിഹി, അയാളെ മനസ്സിലുള്ളത് സംരക്ഷിക്കാൻ കഴിയില്ല. വയുബ്ദിഹി മിൻ ഹൈസു ലാ യദ്രി ബിഹി, അവൻ അറിയാതെ അവനത് വെളിപ്പെടുത്തും. ഫമിൻ ഹാദാ യജിബു മുഖാതഅത്തുൽ ഹംഖി, ഈ വിഡ്ഢിത്വമുള്ളവരുമായി എന്ത് ചെയ്യരുത്? ബന്ധം പുലർത്തരുത്. വത്തവഖി അൻ സുഹ്ബതിഹിം, അവരുടെ കൂടെ അധികം ഇരിക്കരുത്, ഈ അനാവശ്യം പറയുന്നവരുടെ കൂടെ അധികം ഇരിക്കരുത്. ബൽ അൻ മുശാഹദതിഹിം, കാണാൻ തന്നെ പോകരുത്, കാണുമ്പോ തന്നെ മാറിക്കളയണം. വഖദ് ഖീല ലിആഖറ, ചില മഹാന്മാരോട് ചോദിക്കപ്പെട്ടു, കൈഫ തഹ്ഫദു സിർറ, എങ്ങനെയാണ് രഹസ്യം സംരക്ഷിക്കേണ്ടത്? ഖാല അജ്ഹദുൽ മുഖ്ബിറ വഅഹ്ലിഫു ലിൽ മുസ്തഖ്ബിരി, ഒരു പറയുന്ന ആളെ ഞാൻ നിഷേധിക്കും. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് പറയാൻ വന്നാൽ നോ അതിവിടെ പറയണ്ട, ഞാനിത് ആവശ്യമില്ല എന്ന് പറയും. വഅഹ്ലിഫു ലിൽ മുസ്തഖ്ബിരി, ഇങ്ങോട്ടൊരാൾ ചോദിച്ചു വന്നാൽ ഞാൻ അവിടെ സത്യം ചെയ്ത് മാറി നിൽക്കും. വഖാല ആഖർ, ചില മഹാന്മാർ പറഞ്ഞു, അസ്തുറുഹു വഅസ്തുറു അന്നി അസ്തുറുഹു, ഞാൻ രഹസ്യം പറയൂല എന്ന് മാത്രമല്ല പറയാറില്ല എന്നും പറയൂല, അതും ഒരു സംഗതിയാണ്. ഇതിനെ കുറിച്ച് ചൊല്ലിയ കവിതയാണ് ഞാന്, എന്റെ അടുത്ത് ഒരാള് രഹസ്യം ഒന്ന് പറഞ്ഞാൽ ഞാൻ അത് മറച്ചു വെക്കും എന്നുള്ളത് എന്റെ ഒരുക്കമാണ്, എന്റെ തീരുമാനമാണ്. അതുകൊണ്ട് എന്റെ മനസ്സ് ആ രഹസ്യത്തിന്റെ ഖബറാണ്. ചില കവിതയിൽ കാണാം, രഹസ്യം എന്റെ മനസ്സിൽ, അതൊരു ഖബറിൽ കിടക്കുന്ന ഖബറാളിയെ പോലെയാണ്. മഖ്ബൂറായ മനുഷ്യൻ എപ്പോഴും പരലോകം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇതുപോലെ രഹസ്യം ഇങ്ങനെ പുറത്തു ചാടാൻ നിൽക്കുകയാണ്. പക്ഷെ ഞാനത് മറന്നു കളയും.
എന്നിട്ട് അങ്ങനെ ഒരു സംഗതി എനിക്ക് അറിയാത്ത പോലെ ഞാൻ എന്ത് ചെയ്യും, എന്റെ മനസ്സിനെ അങ്ങോട്ട് പരിചരിക്കും. വലൗ ജാസകതുമു സിർരി ബൈനി വബൈനഹു അനി സിർരി വല്ലഹശാഉ ലം തഅലമി സിർറാ. ഒരു രഹസ്യം മറ്റൊരാളുടെ ഇടയിൽ മറച്ചു വെക്കാൻ പറ്റിയാൽ അത് എന്താണ്, ആ എന്റെ ഈ ഉടല് ആ രഹസ്യം അറിയാത്തതുപോലെ അങ്ങുമായി മാറും. പിന്നെ പ്രശ്നമില്ല, നമ്മൾ അങ്ങനെ പരിചരിച്ചാൽ മതി. ചില മഹാന്മാര് ചിലരോട് ചില രഹസ്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഹഫിൽത്ത, നിങ്ങളത് സംരക്ഷിച്ചിട്ടുണ്ടോ? ഫഖാല ബൽ നസീതു, ഞാനതൊക്കെ മറന്നു. നിന്റെ രഹസ്യവും തിന്മയും ഒക്കെ ഞാൻ എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? ഫക്കാന അബൂ സഈദ് ഉസ്സൗരി റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവറുകൾ എപ്പോഴും പറയാറുണ്ട്, ഇദാ അറദ്തു അൻ തുആഖി റജുൽ ഇദാ അറദ്ത അൻ തുആഖി റജുലൻ فإذا أردت أن تؤاخي رجلا فأغضبه ثم درس عليه من يسأله عنك وعن أسرارك فإن قال خيرا وكتم سرك فاصحبه. നീ ഒരാളോട് ഒരു സാഹോദര്യം പുലർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഫഅഗ്ളിബുഹു, അയാളെ ദേഷ്യം പിടിപ്പിക്കുക. സുമ്മ ദസ്സ അലൈഹി മയ്യസ്അലുഹു അൻക, എന്നിട്ട് അയാൾ നിന്നെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരാളെ പറഞ്ഞേക്കും, അസ്റാരിക, നിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞേക്കും. അപ്പൊ അയാൾ നന്മയാ പറയുന്നതെങ്കിൽ, വക്കത്തമ സിർറക, എന്നിട്ട് നിന്റെ രഹസ്യ പറയുന്നതെങ്കിൽ ഫസ്ഹബു, നീ അവന്റെ കൂടെ കൂടിക്കോ. ഒരു സുഹൃത്തിനോട് നമ്മള് ഒരു രഹസ്യം പറഞ്ഞിട്ട് നമ്മളെ കുറിച്ച് മറ്റൊരാളെ അന്വേഷിച്ച് ചെന്നിട്ട് അയാളോട് നന്മ പറയുന്നുണ്ടെങ്കിൽ അയാളെ കൂടെ കൂടിക്കോ. അങ്ങനെയാണ് ഒരാളെ സാഹോദര്യം അങ്ങനെ തന്നെ ചെയ്യണമെന്ന അർത്ഥത്തിലായിക്കൊള്ളണമെന്നില്ല മഹാന്മാർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രയും നിലക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരെ ഒരിക്കലും സാഹോദര്യത്തിന് പറ്റുള്ളൂ. അബൂ യസീദ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, മൻ തസ്ഹബു മിനൻ നാസ്, ആരോടാണ് സഹവസിക്കാൻ നല്ലത്? ഖാല, അവിടെ നിന്നുള്ള മറുപടി, മൻ യഅലമു മിൻക മാ യഅലമില്ലാഹു തുമ്മ യസ്തുറു അലൈക കമാ യസ്തുറുഹു അല്ലാഹു. നിന്നെ കുറിച്ച് അള്ളാഹു അറിയുന്നത് പോലെ അറിയാം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം, രഹസ്യം എല്ലാം അറിയുന്ന ഒരു മനുഷ്യൻ. എന്നിട്ട് അള്ളാഹു എല്ലാം മറച്ചു വെക്കുന്നില്ലേ, അതുപോലെ അത് മറച്ചു വെക്കാൻ സന്നദ്ധമാകുന്ന മനുഷ്യൻ. റളിയല്ലാഹു അൻഹു പറയാണ്, ലാ ഖൈറ ഫീ സുഹ്ബത്തി മൻ ലാ യജിബു ലാ യുഹിബ്ബു അൻ യറാക ഇല്ലാ മഅസൂമാ. ലാ ഖൈറ ഫീ സുഹ്ബത്തി, സഹവാസത്തിൽ ഒന്നും വലിയ നന്മയൊന്നും ഇല്ല. മൻ ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടാത്ത ഒരാളോട്, അൻ യറാക ഇല്ലാ മഅസൂമാ, എപ്പോഴും ഒരു ന്യൂനതയില്ലാത്തവനായി കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളോട് ഒരിക്കലും സഹവസിക്കുന്നതിൽ എന്തില്ല. മൻ, ഒരാളോട്, ലാ യുഹിബ്ബു, ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല, അൻ യറാക, കാണാൻ, ഇല്ലാ മഅസൂമാ, സുരക്ഷിതനായിട്ട് തെറ്റില്ലാതെ കാണാനായിട്ടേ ഇഷ്ടപ്പെടുന്നുള്ളൂ, അങ്ങനെ അയാൾ ഇഷ്ടപ്പെടുന്നുള്ളൂ, അങ്ങനെ അല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല, ഒരു മോശമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരാളോട് സഹവസിക്കണ്ട എന്ന് പറഞ്ഞാൽ, തെറ്റ് കണ്ടാൽ അയാൾ അപ്പോഴേക്ക് വിളിച്ചു പറയുന്നവനാണെങ്കിൽ അയാളോട് സഹവസിക്കാൻ പറ്റില്ല. അവൻ ദേഷ്യം പിടിക്കുമ്പോഴേക്ക് ന്യൂനത വിളിച്ചു പറയുന്നവനാണെങ്കിൽ അവൻ ലഈമാണ്, അവൻ ദുഷ്ടനാണ്. തൃപ്തിയുള്ള സമയത്ത് ഒരു സംഗതി മറച്ചു വെക്കുക എന്ന് പറയുന്നത് അതെല്ലാരും ചെയ്യുന്നതല്ലേ, എന്ത് സാഹോദര്യത്തിന് പിന്നെന്ത് പ്രസക്തിയാണുള്ളത്? ചില മഹാന്മാർ പറഞ്ഞത് കാണാം, ലാ തസ്ഹബു മൻ യതഗയ്യറു അലൈക ഇൻദ അർബഈൻ, ലാ തസ്ഹബു മൻ യതഗയ്യറു ഇൻദ അർബഈൻ, 4 സമയത്ത് ആള് കോലം മറുകയാണെങ്കിൽ അവരെ കൂടരുത്. ഇൻദ ഗളബിഹി വരിളാഹു, ദേഷ്യം പിടിക്കുമ്പോഴും തൃപ്തിയുള്ളപ്പോഴും രണ്ടും വ്യത്യാസമാണെങ്കിൽ അയാളെ കൂടരുത്. ഇൻദ തമാഇഹി വഹവാഹു, അയാളുടെ ആഗ്രഹമുള്ള സമയത്തും അയാൾക്ക് ചില മോഹങ്ങൾ നടക്കുമ്പോഴും അതുപോലെ അയാളുടെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുമ്പോഴും അയാൾ 2 കോലത്തിലാണെങ്കിൽ അയാളെ കൂടരുത്. ഈ അവസ്ഥയൊക്കെ മാറുമ്പോഴും എന്ത് ചെയ്യണം? അയാൾ ഒരുപോലെയാകണം. നല്ല മോഹമുള്ളപ്പോഴും അതുപോലെ ഒരുപാട് താല്പര്യമുള്ളപ്പോഴും എല്ലപ്പോഴും ഒരുപോലെ. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അത് നടക്കുന്നില്ല, അപ്പോഴേക്ക് ആകെ ദോഷാകുലനാകുന്നു. അങ്ങനത്തെ ആളെ കൂടെ എല്ലാ സമയത്തും എന്ത് ചെയ്യണം?
ഒരാൾക്ക് നമ്മളോട് നല്ല രീതിയിൽ ബന്ധം പുലർത്താൻ പറ്റണം. വതറൽ കരീമ ഇദാ തസറമ വസ്ലുഹു യുഖ്ഫിൽ ഖബീഹ വയുദ്ഹിറുൽ ഇഹ്സാന വതറൽ ലഈമ ഇദാ തഖല്ലാ വസ്ലഹു യുഖ്ഫിൽ ജമീല വയുദ്ഹിറുൽ ബുഹ്താന. ഒരു മാന്യനായ മനുഷ്യൻ, അയാളോട് നീ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് അയാൾ മോശമായതൊക്കെ മറച്ചു വെക്കും. അതുപോലെ നന്മയൊക്കെ അയാൾ എന്ത് ചെയ്യും? അയാൾ വിളിച്ചു എല്ലാരോടും നന്മ പറയും. അതേ സമയത്ത് മോശപ്പെട്ട ഒരാള് അയാളുടെ ബന്ധം മുറിയുന്ന സമയത്ത് അയാൾ നല്ലതൊക്കെ മറച്ചു വെക്കും, മോശമൊക്കെ വിളിച്ചു പറയും. ഖാലൽ അബ്ബാസ് ലിബ്നി അബ്ദില്ല അബ്ബാസ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുള്ളയോട് പറഞ്ഞു, ഇന്നി അറാ ഹാദർ റജുല, ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, യാനി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ, യുഖദ്ദിമുക അലൽ അശിയാഖി ഫഹ്ഫദ് അന്നി ഖംസ, നിന്നെ വലിയ ഉസ്താദുമാരെക്കാളെല്ലാം നിന്നെ ഉഷാറാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് 4 കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. ലാ തഫ്ശിയന്ന ലഹു സിറ, അയാളുടെ രഹസ്യം ഒരാളോടും പറയരുത്. വലാ തഖ്താബന്ന ഇൻദഹു അഹദ, അയാളുടെ അടുത്ത് വെച്ച് ഒരാളെ കുറിച്ചും കുറ്റം പറയരുത്. വലാ തജ്രിയന്ന അലൈഹി കദിബ, കളവ് പറയരുത്. വലാ തഅസിയന്ന ലഹു അംറ, അയാൾ പറയുന്നതിനെതിര് ചെയ്യരുത്. വലാ യത്ലി അന്ന മിൻക അലാ ഖിയാനത്തിൻ, നീ വഞ്ചന നടത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. വഖാല ശുഅബി കുല്ലു കലിമത്തിൻ മിൻ ഹാദിഹിൽ ഖംസ് ഖൈറും മിൻ അൽഫിൻ, ഈ ഓരോ വാക്ക് 1000 വാക്കിനേക്കാൾ പ്രധാനമാണ്. മറ്റൊരാളെ കുറിച്ച് മോശമായ രഹസ്യം പറയാതിരിക്കുക, അവരുടെ രഹസ്യം മറ്റൊരാളോട് പറയാതിരിക്കുക, അവരടുത്ത് വെച്ച് കുറ്റം പറയാതിരിക്കുക, അവരോട് കളവ് പറയാതിരിക്കുക, അവർ പറയുന്നതിനെതിരെ ചെയ്യാതിരിക്കുക, നമ്മളവരെ വഞ്ചിക്കാതിരിക്കുക. ഈ 5 കാര്യം വലിയ കാര്യമാണ്. അനിൽ മുമാറാത്തി, ഇതിൽപ്പെട്ടതാണ് സുക്കൂത്ത്, മൗനം പാലിക്കുക. അനിൽ മുമാറ, തർക്കം പാലിക്കുക. സഹോദരൻ പറയുന്നതിനൊക്കെ എതിര് പറയാം. പരസ്പരം അനാവശ്യമായി തർക്കിക്കരുത്, എല്ലാറ്റിനും എതിര് പറയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലാ തുമാരി സഫീഹൻ, അതുപോലെ സഫീഹിനോട് തർക്കിക്കരുത്. ഫയൂദീക, നിനക്ക് നഷ്ടം ഉണ്ടാകും. വല ഹലീമൻ, അതുപോലെ നല്ല സഹനശേഷിയുള്ളവരോട് തർക്കിക്കരുത്. ഫയുഖ്ലീക, അവൻ നിന്നോട് പിണങ്ങും, ബന്ധം മുറിഞ്ഞു പോകും. ഫഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ, ഒരാള് തന്റെ ഭാഗത്ത് സത്യമില്ലാതിരിക്കെ തർക്കം ഉപേക്ഷിക്കുന്നത് ബുനിയ ലഹു ബൈത്തുൻ ഫീ റബ്ദിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അവന് ബൈത്ത് നിർമ്മിക്കപ്പെടും. അമൻ തറക്കൽ മിറാഅ വഹുവ മുഹിക്കുൻ, സത്യമായിരിക്കെ തന്നെ മറ്റൊരാൾ തർക്കത്തിന് വരുമ്പോ ഉപേക്ഷിക്കുന്നത് ബുനിയ ലഹു ബൈത്തുൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അവന് വീട് നിർമ്മിക്കപ്പെടും. ആദാ മഅന്നഹു തറക്കഹു മുബ്തിലൻ വാജിബുൻ മുബ്തിലൻ വാജിബുൻ, ഇത് സത്യത്തിൽ അവന്റെ ഭാഗത്ത് ശരിയില്ല, എന്നിട്ട് തർക്കത്തിന് വേണ്ട എന്ന് പോകുന്നതിന് തന്നെ വലിയ ഒരു വിഷയമാണ്. അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വഖദ് ജഅല സവാബൻ നഫ്ലി അഅ്ളമ, അത് അതായത് തർക്കമുണ്ടെങ്കിൽ തെറ്റായിരിക്കെ പിന്നെ തർക്കിക്കുന്നത് ഒഴിവാക്കൽ നിർബന്ധമല്ലേ, ഉപേക്ഷിക്കല് നിർബന്ധമാണ്. എന്നിട്ട് അത് ചെയ്യുമ്പോൾ പ്രതിഫലം ഉണ്ടെങ്കിൽ നമ്മളെ ഭാഗം ശരിയുണ്ടായിട്ട് തർക്കിക്കാതിരിക്കുന്നത് വലിയ ഒരു മഹത്വമുള്ളത് തന്നെയാണ്. വഖദ് ജഅല സവാബൻ നഫ്ലി, ഇവിടെ സുന്നത്തിന്റെ പ്രതിഫലം അഅ്ളമ, അതാണ് കൂടുതൽ വലുത്. ലിഅന്ന സുകൂത അനിൽ ഹഖ് അശദ്ദു അലൻ നഫ്സി മിന സുകൂതി അലൽ ബാത്തിൽ, ഒരു സത്യം ഉണ്ടായിരിക്കെ തന്നെയുള്ള ഈ മൗനം പാലിക്കൽ അതൊരു പക്ഷേ ബാത്തിലിനെതിരെയുള്ള മൗനം പാലിക്കുന്നതിന് അതിനേക്കാൾ അശദ്ധാണ്, അതിനേക്കാൾ വലിയ ഫലം ചെയ്യുന്നതാണ്. സത്യം ഉണ്ടായിരിക്കെ തന്നെ മൗനം പാലിക്കുമ്പോ അതിന് ഒരു നിലനിൽപ്പ് കൂടും, അതിന്റെ പ്രവർത്തനക്ഷമത കൂടും, അതിന്റെ ദഅവത്തും അതിൽ നിന്നുള്ള ഒരുപാട് മസ്ലഹത്തും ധാരാളമായി ഉണ്ടാകാൻ അത് കാരണമാകും. വഇന്നമൽ അജ്റു അലാ ഖദ്രി നസ്ബി,
പ്രതിഫലം കിട്ടുന്നത് എപ്പോഴും നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ചാണ്. പ്രയാസം സഹിക്കുമ്പോൾ അതിന് പ്രതിഫലം ഉണ്ടാകും. വാശബ്ദുൽ അസ്ബാബി വാശബ്ദുൽ അസ്ബാബ്, ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? വിരോധം മനസ്സിന്റെ ഉള്ളിൽ കത്തിക്കാളാനുള്ള കാരണം ബൈനൽ ഇഖ്വാൻ, സുഹൃത്തുക്കൾക്കിടയിൽ, അൽ മുമാറാത്ത്, തർക്കമാണ്, വൽ മുനാഫസ, മത്സരമാണ്, ഫൈനഹ ഐനു തദാബുരി വത്തഖാതുൽ, ബന്ധം മുറിഞ്ഞു പോകുന്നതിന്റെ പ്രധാന കാരണം തർക്കങ്ങളാണ്. ഈ ബന്ധം മുറിഞ്ഞു പോക തുടങ്ങൽ ആദ്യം അഭിപ്രായങ്ങളാണ്. തുമ്മബിൽ അഖ്വാൽ, പിന്നെ അത് വാക്കായി മാറും. തുമ്മബിൽ അബ്ദാൻ, പിന്നെ കൈക്കളിയായി മാറും, കയ്യാങ്കളിയായി മാറും. അപ്പോ തർക്കത്തിന് പോകാതിരിക്കുക. എപ്പോഴും തർക്കത്തിന് കാരണമാകുന്ന രീതിയിലുള്ള ഈ അഭിപ്രായ പ്രകടനങ്ങളും എപ്പോഴും സംരക്ഷിക്കുന്നത് നല്ലതാണ്. അതിൽപ്പെട്ട ഹദീസാണ് ഖാല അലൈഹിസ്സലാം ലാ തദാബറു വലാ തബാഗദു വലാ തഹാസദു. ലാ തദാബറു, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത്? ബന്ധം മുറിക്കരുത്, വിരോധം കാണിക്കരുത്. തബാഗദു, പരസ്പരം വിദ്വേഷം കാണിക്കരുത്. ലാ തഹാസദു, പരസ്പരം അസൂയ വെക്കരുത്. വലാ തഖാതഉ, ബന്ധം മുറിക്കരുത്. ഫകൂനു ഇബാദല്ലാഹി ഇഖ്വാന, സഹോദര്യം സംരക്ഷിക്കുക. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം തന്റെ സഹോദരന്റെ എന്താണ് പരസ്പരം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, പരസ്പരം ആക്രമിക്കൂല ശരിയായ മുസ്ലിം. വലാ യഹ്റിമുഹു, മറ്റൊരാളെ നിഷേധിക്കൂല. വലാ യഖ്ദിലുഹു, മറ്റൊരാളെ ചതിക്കുകയില്ല, പരാജയപ്പെടുത്തൂല. ബിഹസ്ബിൽ മർഇ മിനശ്ശർരി, ഒരാളിൽ തിന്മ ഉണ്ടാകാൻ എന്ത് മതി എന്നറിയോ? അൻ യഹ്തിറ അഖാഹുൽ മുസ്ലിം, അവൻ അതെന്ത് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ തിന്മ. വാശബ്ദുൽ ഇഹ്തിഖാരി, ഒരാളെ നിന്ദിക്കുന്നതിൽ ഏറ്റവും അശ്രദ്ധാണ് അൽ മുമാറാത്ത്, അയാളോട് തർക്കിക്കുന്നത്. ഫൈന്ന മൻ റദ്ദ അലാ ഗൈരിഹി കലാമഹു, ഒരാളുടെ സംസാരത്തെ, മറ്റൊരാളുടെ സംസാരത്തെ റദ്ദ് ചെയ്യുന്നത് ഫഖദ് നസബഹു ഇലൽ ജഹ്ലി വൽ ഹംഖി, അയാളെ തള്ളലാണ്. ഒരാളുടെ സംസാരത്തെ എന്ത് ചെയ്യരുത്? റദ്ദ് ചെയ്യരുത്. ഔ ഇലൽ ഗഫ്ലതി വസ്സഹ്വി, അല്ലെങ്കിൽ അയാൾക്ക് ശ്രദ്ധയില്ല, അയാൾക്ക് അറിഞ്ഞുകൂടാ, അൻഫഹ്മി ശൈഅ, അയാൾക്ക് കാര്യമൊന്നും മനസ്സിലാകൂല എന്ന് പറയലാണ്. അലാമാഹു അലൈഹി, ആ വിഷയത്തിൽ, ആ ഉള്ള വിഷയത്തിൽ അയാൾക്കറിയില്ല എന്ന് പറയലാണ് അത് അയാളോട് തർക്കിക്കുന്നത്. വകുല്ലു ദാലിക ഇസ്തിഗ്ഫാറുൻ വഈഗാറുൻ, ഇതെല്ലാം നിസ്സാരപ്പെടുത്തലാണ്. വഈഗാറുൻ, പ്രകോപിപ്പിക്കലാണ്. ലിസ്വദരി, മനസ്സിനെ. വഈഹാഷുൻ, അയാൾ ഒറ്റപ്പെടുത്തലാണ്. എന്ന് മാത്രമല്ല, ഫി ഹദീസ് അബീ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു, ഹദീസിൽ കാണാം, ഖാല ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി തങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുകയും, ഫഗദിബ, നബി തങ്ങൾ ദേഷ്യപ്പെട്ടു. ഫഖാല ദറുൽ മിറാ, തർക്കുപേക്ഷിക്കും. യഖില്ലത്ത് ഖൈരിഹി, അതിൽ നന്മയില്ല. വദറുൽ മിറാ, നിങ്ങൾ തർക്കം ഉപേക്ഷിക്കണം. ഫൈന്ന നഫഅഹു ഖലീലുൻ, അതിന്റെ ഉപകാരം കുറവാണ്. വഇന്നഹു യുഹയ്യിജുൽ അദാവത ബൈനൽ ഇഖ്വാൻ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വഖാല ബഅദു സലഫ്, ചില മഹാന്മാർ പറഞ്ഞു, ലമൻ ലാ ഹയ്യ മൻ ലാഹ അൽ ഇഖ്വാന ഫമാറാഹും, ഒരാള് തന്റെ സഹോദരന്മാരോട് തർക്കിച്ചാൽ ഖല്ലത്തു മുറുവത്തു, അയാളുടെ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. വദഹബത്ത് കറാമത്തുഹു, അയാളുടെ ബഹുമാനം നശിച്ചു പോകും. ഖാല അബ്ദുല്ലാഹ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയ്യാക വമുമാറാത്തർ റിജാൽ, നിങ്ങൾ മനുഷ്യന്മാരോട് തർക്കിക്കരുത്. ഫഇന്നക ലൻ തഅദിമ മുക്കിറുൻ തഅദിമ മക്ര ഹലീമിൻ ഔ മുഫാജഅത ലഈമിൻ, നിങ്ങള് ഒരു നല്ല സഹിച്ചു നിൽക്കുന്ന ഒരാള്, അയാളുടെ ആ തിരിച്ചുള്ള ആക്രമണം അത് ഇല്ലാതാക്കൂല, നിനക്ക് കിട്ടും. എന്ന് മാത്രമല്ല, മോശപ്പെട്ട ഒരാളോട് തർക്കിക്കുമ്പോ അതിൽ നിന്ന് തിരിച്ചു കിട്ടും, അതൊരിക്കലും കിട്ടൂല എന്ന് കരുതരുത്. വഖാല ബഅദു സലഫ്, ചില മഹാന്മാർ പറഞ്ഞത് കാണാം, അഅജസുന്നാസി മൻ ഖസ്സറ ഫീ ത്വലബിൽ ഇഖ്വാൻ, അഅജസുന്നാസി മൻ ഖസ്സറ ഫീ ത്വലബിൽ ഇഖ്വാൻ, സുഹൃത്തുക്കൾ കുറഞ്ഞവൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോശക്കാരനാണ്. വഅഅജസു മിൻഹും മൻ ളയ്യ മൻ ളഫറ ബിഹി മിൻഹും, സുഹൃത്തുക്കളെ കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തുന്നവൻ അതിനേക്കാൾ മോശമാണ്. വകസ്റത്തുൽ മുമാറാത്ത്, തർക്കം കൂടിയാൽ അത് നഷ്ടപ്പെട്ടു പോവുകയും അതുപോലെ മുറിഞ്ഞു പോവുകയും ചെയ്യും. തൂരിസുൽ അദാവത്ത, ശത്രുത ഉണ്ടാക്കും. ഖദ് ഖാല അൽ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലാ തസ്തരി അദാവത്ത റജുലിൻ ബിമവദ്ദത്തി അൽഫി റജുലിൻ, 1000 ആളെ സ്നേഹം കിട്ടിയിട്ട് ഒരാളുടെ ശത്രുത നേടരുത്.
എന്നാലും അത് നഷ്ടമാണ്. അലൽ ജുംലത്തി മൊത്തത്തിൽ പറഞ്ഞാൽ ഫലാ ബാഇസ അലൽ മുമാറാത്തി തർക്കത്തിന് ഒരു പ്രേരണയില്ല. ഇല്ല ഇദ്ഹാറു തമീസ് ബി മസീദിൽ അഖ്ലി തർക്കം കൊണ്ട് ആകെയുള്ളത് എന്താണ്? എനിക്കാണ് ബുദ്ധി കൂടുതൽ എന്ന് പറയാം. വൽഫദ്ലി എനിക്കാണ് മഹത്വം. വഇഹ്തിഖാറുൽ മർദൂദ് ആ തർക്കിച്ച് മറുപക്ഷിയെ എന്ത് ചെയ്യലാണ്? നിസാരപ്പെടുത്തലാണ്. മർദൂദ് അലൈ ബിഇദ്ഹാരി ജഹലി അയാൾക്ക് എത്ര അറിയില്ല എന്ന് വരുത്തലാണ്. വഹാദാ യസ്തമീലു അല തകബ്ബുർ അതൊരു തക്കബ്ബുറാണ്. വൽ ഇഹ്തിഖാർ അതൊരു നിസ്സാരപ്പെടുത്തലാണ്. വൽ ഈദാ അത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കലാണ്. വശത്തുമു ചീത്ത വിളിക്കലാണ്. ബിൽ ഹംഖി വൽ ജഹ്ലി നീ വിവരം കെട്ടവനാണെന്ന് ചീത്ത വിളിക്കലും കൂടിയാണ് മറ്റൊരാളെ തർക്കിച്ച് പരാജയപ്പെടുത്തൽ. വലമാന ലിൽ മുആദാത്ത് ഈ ശത്രുത പ്രകടനം എന്ത് ആശയാണുള്ളത്? ഇല്ല ഹാദാ ഫകൈഫ തുലാമിനുഹു അൽ ഉഖുവത വൽ മുസാഫ അങ്ങനെ ചെയ്താൽ പിന്നെ നിനക്ക് എങ്ങനെയാണ് പരസ്പരം സാഹോദര്യമുണ്ട് എന്ന് പറയാൻ കഴിയുക? ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇൽമിന് വേണ്ടി വെള്ളിയാഴ്ച രാവിലെ നല്ല സമയത്ത് ചെലവഴിച്ച ഈ ഒരു സമയം അള്ളാഹു നമ്മിൽ നിന്ന് പൊരുത്തപ്പെട്ട അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. اللهم ارحمنا اللهم اغفر لنا اللهم ارحمنا اللهم اجعلنا من عبادك الصالحين. اللهم إنا عبيدك الضعفاء الفقراء المقصرون قد رفعنا أكفنا إليك. اللهم ارحمنا اللهم اغفر لنا اللهم تقبل منا اللهم اجعلنا من عبادك الصالحين. പടച്ചോനെ ഞങ്ങളെല്ലാവരും സ്വീകരിക്കണേ റഹ്മാനെ. തെറ്റുകളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ സതുദ്യമം നീ പൊരുത്തപ്പെട്ട അമലാക്കണേ റഹ്മാനെ. നന്മ മനസ്സിലാക്കാനും നന്മയുടെ പ്രചാരകരാകാനും ഞങ്ങൾക്കൊന്നും തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ അഭിവൃദ്ധി ജീവിതാവശ്യങ്ങളിലൊക്കെ തുണയാകുകയും സഹായിക്കുകയും ചെയ്യണേ റഹ്മാനെ. പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിലും ഞങ്ങളെ നീ സഹായിക്കണേ. ഞങ്ങളെ കരകയറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ സഹായിയാകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല സമയം നല്ല സന്തോഷത്തോടെ നല്ല ഈമാനോടെ പരിപൂർണമായ ഈമാനോടെ നിൽക്കാൻ ഭാഗ്യം തരണേ റഹ്മാനെ. പരലോകത്ത് നല്ലവരുടെ കൂട്ടത്തിലാക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. صلى الله وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد.